അതിർത്തിയിൽ പാകിസ്ഥാന്റെ മുനയൊടിച്ച ഇന്ത്യയുടെ സൈനിക വിജയത്തിന്മേൽ അവകാശവാദവുമായി എത്തിയ ചൈനയ്ക്ക് കനത്ത തിരിച്ചടി നൽകി കേന്ദ്ര സർക്കാർ. മെയ് മാസത്തിൽ നടന്ന ഇന്ത്യ പാക് സൈനിക സംഘർഷം ലഘൂകരിക്കാൻ മധ്യസ്ഥത വഹിച്ചത് തങ്ങളാണെന്ന ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുടെ പ്രസ്താവന ഇന്ത്യ തള്ളിയിരിക്കുകയാണ്. സംഘർഷം അവസാനിപ്പിച്ചത് ഇരു രാജ്യങ്ങളിലെയും DGMOമാർ നേരിട്ട് സംസാരിച്ചാണെന്നും ഇതിൽ മൂന്നാം കക്ഷിക്ക് യാതൊരു സ്ഥാനവുമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പിന്നാലെയാണ് ഇപ്പോൾ ക്രെഡിറ്റ് യുദ്ധവുമായി ചൈനയും രംഗത്തെത്തിയിരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ യുദ്ധസമാനമായ സാഹചര്യമായിരുന്നു ഈ വർഷം ലോകത്ത് നിലനിന്നിരുന്നതെന്ന് ബീജിംഗിൽ നടന്ന രാജ്യാന്തര സെമിനാറിൽ വാങ് യി പറഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അയക്കുന്നതിൽ ചൈന നിർണായക പങ്ക് വഹിച്ചതായും അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട്. നേരത്തെ താരിഫുകളും നയതന്ത്ര സമ്മർദ്ദങ്ങളും ഉപയോഗിച്ചതാണ് ഇന്ത്യ പാക് ആണവ യുദ്ധം തടഞ്ഞതെന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. ട്രംപിന്റെ ഈ വാദത്തെ ഇന്ത്യ ശക്തമായി എതിർത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ചൈനയുടെ കടന്നുകയറ്റം. എന്നാൽ സംഘർഷ സമയത്ത് പാകിസ്ഥാന് ആയുധങ്ങളും തന്ത്രപരമായ സഹായവും നൽകിയ ചൈന ഇപ്പോൾ സമാധാനത്തിന്റെ വക്താക്കളായി ചമയുന്നത് വിരോധാഭാസമാണെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയുടെ ആധുനിക ആയുധങ്ങൾക്കും കരുത്തിനു മുന്നിൽ ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാനിൽ പരാജയപ്പെട്ടത് ലോകം കണ്ടതാണ്. ഇതിന്റെ നാണക്കേട് മറയ്ക്കാനാണ് ഇപ്പോൾ മധ്യസ്ഥ വേഷം കെട്ടുന്നതെന്നാണ് വിമർശനങ്ങൾ. നേരത്തെ ആർമി ജനറൽ രാഹുൽ ആർ സിംഗ് വെളിപ്പെടുത്തിയത് പ്രകാരം പാകിസ്ഥാനെ മുൻനിർത്തി ഭാരതത്തിനെതിരെ ചൈന തങ്ങളുടെ ആയുധങ്ങൾ പരീക്ഷിക്കുകയായിരുന്നു. പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന 81% ആയുധങ്ങളും ചൈനയുടേതാണ്. ഈ സംഘർഷത്തെ ഒരു ലൈവ് ലാബായി കണ്ട് ചൈന പാകിസ്ഥാന് തത്സമയ വിവരങ്ങൾ കൈമാറിയിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഭാരതത്തിന്റെ ഓപ്പറേഷൻ സിന്ധൂർ വഴി പാകിസ്ഥാനിലെ 9 ഭീകര ക്യാമ്പുകൾ തകർത്തതോടെ ചൈനീസ് ആയുധങ്ങളുടെ പരിമിതിയും വ്യക്തമായി. അതേസമയം ചൈനയിൽ നിന്നുള്ള കുറഞ്ഞ വിലയുള്ള ഉരുക്കിന്റെ വരവ് തടയുന്നതിനുള്ള ശ്രമമായി ധനമന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ചില ഉരുക്ക് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ 3 വർഷത്തെ ഇറക്കുമതി തീരുവ 11 മുതൽ 12% വരെ ചുമത്തിയിട്ടുണ്ട്. സർക്കാർ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ഉത്തരവ് പ്രകാരം ആദ്യ വർഷം താരിഫ് 12% നിശ്ചയിക്കും. തുടർന്ന് രണ്ടാം വർഷം ഇത് 11.5% കുറയ്ക്കുകയും മൂന്നാം വർഷം 11% കുറയ്ക്കുകയും ചെയ്യും. ചൈനയിൽ നിന്നുള്ള വില കുറഞ്ഞ സ്റ്റീൽ ഇറക്കുമതിയിൽ ഇന്ത്യ വർധനവ് നേരിടുന്നുണ്ട്. ഇത് ഡംപിംഗ് രീതികളെ കുറിച്ച് ആശങ്ക ഉയർത്തുകയും പ്രാദേശിക സ്റ്റീൽ നിർമ്മാതാക്കളിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു. ഇന്ത്യയിലേക്കുള്ള സബ്ജക്ട് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ അടുത്തിടെ ഉണ്ടായ പെട്ടെന്നുള്ള മൂർച്ചയുള്ള ഗണ്യമായ വർധനവ് ആഭ്യന്തര വ്യവസായത്തിനും സബ്ജക്ട് ഉൽപ്പന്നങ്ങളുടെ ഉൽപാദകർക്കും ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഉത്തരവിൽ പറയുന്നു. ഇത് ഇന്ത്യയിലേക്കുള്ള ഈ വിഷയ വസ്തുക്കളുടെ ഇറക്കുമതിക്ക് താൽക്കാലിക സുരക്ഷാ തീരുവ ചുമത്തേണ്ടത് അനിവാര്യമാക്കിയിരിക്കുന്നുവെന്ന് അത് കൂട്ടിച്ചേർത്തു. ശ്രദ്ധേയമായ ഈ തീരുമാനം ചില വികസ്വര രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ഒഴിവാക്കുന്നു. എന്നിരുന്നാലും ചൈന, വിയറ്റ്നാം, നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിതരണങ്ങൾ തീരുവയ്ക്ക് വിധേയമായിരിക്കും. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉൾപ്പെടെയുള്ള പ്രത്യേക സ്റ്റീൽ ഇനങ്ങൾക്കും താരിഫ് ബാധകമാകില്ല. ഏപ്രിൽ ആദ്യം 200 ദിവസത്തേക്ക് 12% ഇടക്കാല സുരക്ഷാ തീരുവ സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.